LDF മൂന്നാമതും ഭരണത്തിൽ വരുമെന്ന് തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി പറഞ്ഞിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ പോയാൽ കോൺഗ്രസ് മൂക്കും കുത്തി താഴെ വീഴും. BJP രണ്ടാം സ്ഥാനത്തേക്ക് വരും. ഭരണമുള്ള പഞ്ചായത്തുകൾ കൂടി കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്നും പാലോട് രവി ഒരു പ്രവർത്തകനുമായി സംസാരിച്ച സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. PR പ്രവീണയാണ് വിവരങ്ങളുമായുള്ളത്. പ്രവീണ, പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ തള്ളിവിടുന്ന തരത്തിലുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഏത് സാഹചര്യത്തിൽ ആരോടാണ് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പുറത്തു വരുന്നുണ്ടോ? എന്താണ് ഈ പാലോട് രവി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനുള്ള ഒരു കാരണം? പുല്ലമ്പാറ പഞ്ചായത്തിലെ ഒരു പാർട്ടി പ്രവർത്തകനുമായിട്ടുള്ള സംസാരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം അന്തരിച്ച തലേക്കുന്നിൽ ബഷീർ MP ഒരു അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വിളിക്കാനായി പാലോട് രവിയെ വിളിച്ചപ്പോഴാണ് ഈ സംഭാഷണം പുറത്തു വന്നത്. ഇക്കണക്കിന് പോയാൽ പാർട്ടിയുടെ മുഖം വികൃതമായി കൊണ്ടിരിക്കുകയാണ്. എടുക്കാച്ചിരക്കായി പാർട്ടി മാറുകയാണ്. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് വീണ്ടും പോകും. BJP രണ്ടാം സ്ഥാനത്ത് വരും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരും. മൂന്നാമതും ഭരണം തുടരും. പാർട്ടിയുടെ മുഖം പല പഞ്ചായത്തുകളിലും വികൃതമായി. ഇപ്പോൾ ഭരണമുള്ള പഞ്ചായത്തുകളിൽ പോലും അത് നഷ്ടമാകുന്ന അവസ്ഥയാണ് എന്നാണ് തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ, അതായത് ഇതിന്റെയൊക്കെ ചുമതലയുള്ള DCC അധ്യക്ഷൻ ഒരു പാർട്ടി പ്രവർത്തകനോട് പറയുന്നത്. ശരി പ്രവീണ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വളരെ സജീവമായി എല്ലായിടങ്ങളിലേക്കും ഇടപെടുന്ന ഘട്ടത്തിലാണ് പാലോട് രവിയുടെ ഈ ടെലിഫോൺ സംഭാഷണം കൂടി പുറത്തു വന്നിരിക്കുന്നത്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.